ആദ്യം റമളാൻ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിരുന്നു. പിന്നീടുള്ള വർഷം റമളാൻ മാസത്തിലെ രണ്ടാമത്തെ 10-ൽ ഇഅ്തികാഫിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നി ഇഅ്തകഫ്തുൽ അശ്റൽ അവ്വൽ അൽതമിസു ഹാദിഹി ലൈല. ഞാൻ റമളാനിലെ ആദ്യത്തെ 10 ദിവസം ഇഅ്തികാഫിരുന്നിരുന്നു. എന്തിനാണ് ഇഅ്തികാഫിരുന്നത്? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യക്തമാക്കുകയാണ്, അൽതമിസു ഹാദിഹി ലൈല, ഞാൻ ആ രാത്രിയെ അന്വേഷിക്കുകയായിരുന്നു. അഥവാ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ടും അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും നേടിയെടുക്കുവാനും വേണ്ടിയാണ് ഞാൻ ഇഅ്തികാഫിരുന്നിട്ടുള്ളത്. സുമ്മ തകഫ്തുൽ അശ്റൽ ഔസത്ത്, പിന്നീട് ഞാൻ രണ്ടാമത്തെ 10 ദിവസങ്ങളിൽ ഇഅ്തികാഫിരുന്നു. എന്നാൽ സുമ്മ ഉതീതു ഫഖീല ലി ഇന്നഹാ ഫിൽ ആശിരിൽ അവാഖിർ, എന്നാൽ പിന്നീട് എനിക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി അവസാനത്തെ 10-ലാണ്. അതുകൊണ്ട് ഫമൻ അഹബ്ബ മിൻകും അൻ യഅ്തകിഫ ഫലിയഅ്തകിഫ്, അതുകൊണ്ട് എൻ്റെ കൂടെ ഇഅ്തികാഫിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ അവസാന 10-ൽ ഇഅ്തികാഫിരിക്കട്ടെ. ഫഅതകഫന്നാസു മഅഹു, അങ്ങനെ ജനങ്ങളൊക്കെ നബിയുടെ കൂടെ ഇഅ്തികാഫിരുന്നു. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിനെ ലൈലത്തുൽ ഖദ്റുമായി ബന്ധിപ്പിച്ചത് പ്രകാരമാണ്. ഞാൻ ലൈലത്തുൽ ഖദ്റിനെ അന്വേഷിച്ചുകൊണ്ടാണ് ഇഅ്തികാഫിരുന്നിട്ടുള്ളത്. അത് അവസാന 10-ലാണ്. അതുകൊണ്ട് സാധിക്കുന്നവർ ഇഅ്തികാഫിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ഇരുത്തം തന്നെയാണ്, പള്ളിയിലുള്ള ഒരു ഇരുത്തം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇഅ്തികാഫ്. എന്താണ് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ? ഉലമാക്കൾ പറഞ്ഞു, വഹുവ ലുസൂമു മസ്ജിദിൻ അല വജ്ഹിൽ ഖുർബ, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ ഒരു വലിയ ആശയം എന്താണ് ഇഅ്തികാഫ് ഇരിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫൽ ഖുൽവത്തുൽ മശ്റൂഅത്തു ലിഹാദിഹിൽ ഉമ്മ ഹിയൽ ഇഅ്തികാഫു ഫിൽ മസാജിദി ഖുസൂസൻ ഫി ശഹ്രി റമളാൻ ഖുസൂസൻ ഫിൽ അശ്രിൽ അവാഖിരി. ഈ ഉമ്മത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മറ്റു ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരിടത്ത് ഒതുങ്ങിയിരിക്കുക, അത് ഇഅ്തികാഫാകുന്നു. പ്രത്യേകിച്ചും റമളാൻ മാസത്തിൽ, അത് തന്നെ അവസാനത്തെ 10 ദിവസങ്ങളിൽ പ്രത്യേകിച്ചും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു മുഅ്തകിഫ് അഥവാ ഇഅ്തികാഫ് ഇരിക്കുന്ന ഒരാൾ ചെയ്യുന്നത് ഖദ് ഹബസ നഫ്സഹു അലാ ത്വാഅത്തില്ലാഹി വദിക്രിഹി, തൻ്റെ ശരീരത്തെ, തൻ്റെ നഫ്സിനെ അള്ളാഹുവിനെ ഓർക്കുവാനും അവനെ അനുസരിക്കുവാനും വേണ്ടി പള്ളിയിൽ പിടിച്ചു വെക്കുകയാണ്. വഖതഅ അൻ നഫ്സിഹി കുല്ല ശാഗിലിൻ യശ്ഗലുഹു അൻഹു, തൻ്റെ ശ്രദ്ധയെ തിരിച്ചു കളയുന്ന എല്ലാ ബന്ധങ്ങളെയും മുറിച്ചുകൊണ്ട്, അഥവാ പള്ളിക്ക് പുറത്തു പോകാതെ മറ്റു ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ തന്നെ ഇരിക്കുക. വഅഖഫ ബിഖൽബിഹി വഖാലിബിഹി അലാ റബ്ബിഹി വമാ യുഖർരിബുഹു മിൻഹു, അങ്ങനെ തൻ്റെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിലേക്ക് മുന്നിടുകയും തൻ്റെ ഹൃദയത്തെയും ശരീരത്തെയും അള്ളാഹുവിനുള്ള അനുസരണത്തിൽ അയാൾ പിടിച്ചു വെക്കുകയും ചെയ്യുന്നു. ഫമാ ബഖിയ ലഹു ഹമ്മുൻ സിവല്ലാഹ് വമാ യുർദീഹി അൻ, അള്ളാഹു എന്നതല്ലാതെ മറ്റൊരു ഉദ്ദേശവും അയാൾക്കില്ല, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവുമല്ലാതെ മറ്റൊരു ചിന്തയും അയാൾക്കില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ട് തന്നെ മഅനൽ ഇഅ്തികാഫ്, ഇഅ്തികാഫിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വഹഖീഖത്തുഹു, അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഖത്ഉൽ അലായിഖി അനിൽ ഖലായിഖ്, സൃഷ്ടികളിൽ നിന്ന് ബന്ധം മുറിക്കലാണ്. ലിഇത്തിസാലി ബിഖിദ്മത്തിൽ ഖാലിഖി, സൃഷ്ടാവായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം മുറിച്ചു കളയുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ ഇരിക്കുക, ഹൃദയവും ശരീരവും പള്ളിയിൽ ബന്ധിപ്പിക്കുക, മറ്റു ബന്ധങ്ങളിൽ നിന്നും പുറത്തുള്ള നേരത്തെ ഉണ്ടായിരുന്ന ശുഗലുകളിൽ നിന്നെല്ലാം ബന്ധം മുറിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ദിക്റുകൾ ചൊല്ലിയും ദുആകൾ നിർവഹിച്ചും ഖുർആൻ പാരായണം ചെയ്തും നമസ്കരിച്ചും മറ്റു ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് റമളാനിലെ അവസാനത്തെ 10-ലെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരുന്നു കൊണ്ട് പ്രതീക്ഷിക്കുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദ്റാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ തടയപ്പെട്ടാൽ അവന് എല്ലാ ഖൈറും തടയപ്പെട്ടു എന്നാണ്. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിനെ സംബന്ധിച്ച് പറയുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ ലൈലത്തുൽ ഖദ്റിനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ പറയും, ഇന്ന ഹാദ ശഹ്റ ഖദ് ഹളറക്കും, ഇതാ റമളാൻ മാസം വന്നിരിക്കുന്നു, വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ,
1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദർ ഈ മാസത്തിലാണുള്ളത്. മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു. ലൈലത്തുൽ ഖദർ ഒരാൾക്ക് തടയപ്പെട്ടാൽ അയാൾക്ക് എല്ലാ ഖൈറുകളും തടയപ്പെട്ടു. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂമുൻ. വളരെ വലിയ ഭാഗ്യം കെട്ടവനല്ലാതെ, ഖൈറുകൾ തടയപ്പെട്ടവനല്ലാതെ ലൈലത്തുൽ ഖദർ തടയപ്പെടുകയില്ല എന്നാണ്. അപ്പോൾ എല്ലാ ഖൈറും ഒരാൾക്ക് നഷ്ടമാകും ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടാൽ. അതുകൊണ്ട് ആ ലൈലത്തുൽ ഖദർ നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതൊരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ള നിലക്കാണ് ഇഅ്തികാഫ് ഇരിക്കുന്നത്. അതില്ല എങ്കിൽ ശരിക്കും മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ഒരാൾ ഇഅ്തികാഫ് ഇരുന്നിട്ടില്ലെങ്കിലും അയാൾക്ക് ലൈലത്തുൽ ഖദർ ലഭിക്കുന്നതാണ്. അയാൾ ഇബാദത്തുകളിൽ മറ്റു ഇബാദത്തുകളിൽ മുഴുകുകയും റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി നമസ്കരിക്കുകയും ഒക്കെ ചെയ്താൽ തന്നെ ലൈലത്തുൽ ഖദർ ആ വ്യക്തിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വീട്ടിലിരിക്കുന്നവർക്കും ഓഫീസിലിരിക്കുന്നവർക്കും കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കും യാത്ര ചെയ്യുന്ന ആളുകൾക്കും എല്ലാവർക്കും ലൈലത്തുൽ ഖദർ അവരുടേതായ ഉദ്ദേശവും ആത്മാർത്ഥതയും അനുസരിച്ച് അതിൻ്റെ അളവിലും തോതിലും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഇഅ്തികാഫ് ഇരുന്നാലേ ലഭിക്കൂ എന്ന നിബന്ധനയില്ല. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇഅ്തികാഫ് പള്ളിയിലാണ് ഇരിക്കേണ്ടത്, വീട്ടിലിരിക്കാൻ പറ്റുകയില്ല. വീട്ടിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പറ്റുകയില്ല. ഇഅ്തികാഫിൻ്റെ പ്രധാനപ്പെട്ട ഷർത്തുകളിലൊന്ന് അത് പള്ളിയിലായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത ധാരാളക്കണക്കിന് സ്ത്രീകളുണ്ടാകും. അവർക്ക് ലൈലത്തുൽ ഖദർ തടയപ്പെടുമോ? അവർക്കൊരിക്കലും ലൈലത്തുൽ ഖദർ തടയപ്പെടുകയില്ല. അവർ പ്രാർത്ഥിക്കട്ടെ, പ്രതീക്ഷിക്കട്ടെ, ദിക്റുകളിലും മറ്റു ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിലും അവർ മുഴുകട്ടെ. അതുകൊണ്ട് ഇഅ്തികാഫ് ലൈലത്തുൽ ഖദർ ലഭിക്കാൻ ഒരു നിബന്ധനയല്ല. എന്നാൽ പോലും പൂർണ്ണമായും അത് നേടിയെടുക്കുക എന്ന, അത് ഉറപ്പുവരുത്തുക എന്ന ഒരു കാര്യത്തിനു വേണ്ടി അധ്വാനിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏറ്റവും മുൻപന്തിയിലെത്തുവാൻ വേണ്ടി അധ്വാനിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിലൂടെ. അതുകൊണ്ടാണ് മറ്റുള്ളവരെയും ഇഅ്തികാഫ് ഇരിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രേരിപ്പിച്ചിട്ടുള്ളത്. കാരണം ലൈലത്തുൽ ഖദർ തടയപ്പെട്ടാൽ അത് വളരെ വലിയ ഒരു ദൗർഭാഗ്യമായിരിക്കും. കാരണം ആ ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. തീർച്ചയായും ഖുർആനിനെ നാം ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് ലൈലത്തുൽ ഖദർ എന്നറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള രാത്രിയാണത്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. എല്ലാ കാര്യങ്ങളുമായി കൊണ്ട് മലക്കുകളും പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ആ ദിവസം ഇറങ്ങി വരുന്നതാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അന്ന് പ്രഭാതം വരെ സമാധാനമാണ്. ഈ നിലക്ക് ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് ഒരു അധ്യായം തന്നെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പരിശുദ്ധ ഖുർആനിനെ ലൈലത്തുൽ ഖദറിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് വഹുവ ലൈലത്തുൽ ഹുക്മില്ലത്തി യഖ്ദിയല്ലാഹു ഫീഹാ ഖളാ അസ്സന. ഒരു വർഷത്തിലെ മുഴുവൻ ഖദറുകൾ അള്ളാഹു രേഖപ്പെടുത്തുകയും എന്നിട്ട് മലക്കുകളുടെ കൈകളിലേക്ക് ആ രേഖ, നേരത്തെ ലൗഹുൽ മഹ്ഫൂദിലുള്ളതാണ്, ആ ലൗഹുൽ മഹ്ഫൂദിലുള്ള രേഖ ഒരു വർഷത്തേക്കുള്ളത് മലക്കുകളെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. കാരണം ഖദറ എന്ന് പറഞ്ഞാൽ ഖദറല്ലാഹു അലയ്യ ഹാദൽ അംറ ഫഹുവ യഖ്ദുറു ഖദറ. ഖദർ എന്ന് പറഞ്ഞാൽ കണക്കാക്കലാണ്. അപ്പോൾ ഓരോ വർഷത്തിലെയും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഖദറാക്കുക, അത് ഖദറാക്കി അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയും മറ്റും മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണ് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ. അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്-സഅദി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് വസുമ്മിയത് ലൈലത്തുൽ ഖദർ ലിഅളമി ഖദ്രിഹാ വഫദ്ലിഹാ ഇൻദല്ലാഹ്. ഖദർ എന്ന വാക്കിന് മഹത്വമെന്നും ഗാംഭീര്യമെന്നും ഉയർന്ന നിലവാരമെന്നുമെല്ലാം അർത്ഥമുണ്ട്. ആ രാത്രിക്ക് ആ നിലക്ക് പേര് നൽകപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനുള്ള സ്ഥാനവും മഹത്വവും കൊണ്ടാണ്. വലി അന്നഹു യുഖദ്ദറു ഫീഹാ മാ യകൂനു ഫിൽ ആമി മിനൽ അജ്ലി വൽ അർസാഖി വൽ മഖാദീരിൽ ഖദരിയ്യ. കാരണം ആ ഒരു ദിവസമാണ്, ആ ഒരു വർഷത്തേക്കുള്ള അള്ളാഹുവിൻ്റെ ഖദറുകൾ, സൃഷ്ടികളുടെ അജൽ അഥവാ അവരുടെ ആയുസ്, അവരുടെ റിസ്ഖ്, ഉപജീവനം, മറ്റു ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന മറ്റ് ഖദറുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണ്. അപ്പോൾ അത്രയും പ്രാധാന്യമുള്ള ആ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത്. ആ രാത്രിയുടെ ഖൈർ നേടിയെടുക്കാൻ വേണ്ടിയാണ്
നാം അവസാനത്തെ 10 അധ്വാനിക്കുന്നതും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൻസലല്ലാഹുൽ ഖുർആന ജുംലതൻ വാഹിദതൻ മിനൽ ലൗഹിൽ മഹ്ഫൂദി ഇലൽ ബൈത്തിൽ ഇസ്സ മിനസ് സമാഇദ് ദുനിയ സുമ്മ നസല മുഫസ്സലൻ ബിഹസ്ബിൽ വഖാഇ ഫീ 23 സന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത് ആ ലൈലത്തുൽ ഖദറിലാണ്. പിന്നീടാണ് ഭൂമിയിലേക്ക് അല്പാൽപമായി 23 വർഷം കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തത്. അപ്പോൾ ആ ഒരൊറ്റ രാത്രിയിലാണ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഒന്നാമത്തെ ആകാശത്തേക്ക് അത് ഇറക്കപ്പെട്ടിട്ടുള്ളത്. അത്രയും പ്രാധാന്യമുള്ള രാത്രിയാണത്. അതിൻ്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താണ്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളേക്കാൾ കൂടുതൽ, 1000 മാസത്തിന് തുല്യമെന്നല്ല, 1000 മാസത്തേക്കാൾ കൂടുതൽ അതിന് ഖൈറുണ്ട്. മഹാനായ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഐ അമലുഹാ സിയാമുഹാ വ ഖിയാമുഹാ ഖൈറും മിൻ അൽഫി ഷഹരിൻ. ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലെ പ്രവർത്തനങ്ങൾ, ആ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തിലുള്ള, തൊട്ടു മുമ്പുള്ള ദിവസത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസത്തിലോ ഉള്ള സിയാം, നോമ്പ്, അതേപോലെ തന്നെ അന്നത്തെ രാത്രിയിലുള്ള ഖിയാമുൽ ലൈൽ നമസ്കാരമൊക്കെ 1000 മാസങ്ങളിൽ നോമ്പനുഷ്ഠിച്ചതിനേക്കാൾ, 1000 മാസം ഖിയാമുൽ ലൈൽ നമസ്കരിച്ചതിനേക്കാൾ, 1000 മാസത്തെ ഇബാദത്തിനേക്കാളൊക്കെ ഈ ഒരൊറ്റ രാത്രിയിലെ ഇബാദത്തുകൾക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ് മഹാനായ മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ പറഞ്ഞത്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ ലൈസ ഫീ തിൽക ശുഹൂരി ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസങ്ങളിലെ ഇബാദത്തുകളേക്കാൾ പ്രതിഫലവും പുണ്യവും ശ്രേഷ്ഠതയും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലെ പ്രാർത്ഥനകൾക്ക്, ദിക്റുകൾക്ക്, ഖുർആൻ പാരായണത്തിന്, അതേപോലെ എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ അതിനെല്ലാം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ആ രാത്രിയുടെ പ്രത്യേകത, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലക്കുകൾ കൂട്ടം കൂട്ടമായി അന്ന് ഇറങ്ങി വരുമെന്നാണ്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം എല്ലാ കാര്യങ്ങളോടും കൂടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഉണ്ടാകും. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത്, യക്സുറു തനസ്സുലുൽ മലായികത്തി ഫീ ഹാദിഹിൽ ലൈലത്തി ലികസറതി ബറകതിഹാ. ആ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട്, അതിൻ്റെ ആധിക്യം കൊണ്ട് അന്ന് മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരും. വൽ മലായികത്തു യതനസ്സലൂന മഅ തനസ്സുലിൽ ബറകത്തി വറഹ്മ. റഹ്മത്തും ബറക്കത്തും ഇറങ്ങുന്നതിൻ്റെ കൂടെ മലക്കുകളും കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നതാണ്. അപ്പോൾ അന്ന് ബറക്കത്തുകളുടെ രാവാണ്, കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ രാവാണ്. കൂട്ടം കൂട്ടമായി മലക്കുകളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന രാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ ദിവസം മലക്കുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നൽ മലായികത തിൽക്കൽ ലൈല ഫിൽ അർദി അക്സറു മിൻ അദദിൽ ഹസാ. ഭൂമിയിലുള്ള ചരൽ കല്ലുകളേക്കാൾ, ചെറിയ ചെറിയ കല്ലുകളേക്കാൾ, അല്ലെങ്കിൽ മണൽത്തരികളേക്കാൾ കൂടുതൽ അന്ന് മലക്കുകൾ ഈ ഭൂമിയിലുണ്ടാകുമെന്നാണ്. അത്രയും സമാധാനവും ശാന്തിയും നന്മയും ബറക്കത്തും നിറഞ്ഞ രാത്രിയാണത്. അതുകൊണ്ടാണ് സലാമുൻഹിയ, അത് സമാധാനമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹിയ സാലിമത്തുൻ ലാ യസ്തതിഉ ശൈത്താനു അൻ യഅമല ഫീഹാ സൂഅൻ ഔ യഅമല ഫീഹാ അദൻ. പിശാചിന് ഒരു തിന്മയും ഒരു മോശമായ കാര്യവും ചെയ്യാൻ സാധിക്കാത്ത, അതിൽ നിന്ന് സുരക്ഷിതമായ രാത്രിയാണത്. ആ രാത്രി സലാമാണ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമാണ്, എല്ലാ പൈശാചികമായ ഷർറുകളിൽ നിന്നും സുരക്ഷിതമായ രാത്രിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, സാലിമത്തുൻ മിൻ കുല്ലി ആഫത്തിൻ വശർരിൻ. എല്ലാ ആപത്തുകളിൽ നിന്നും ഷർറുകളിൽ നിന്നും വിശ്വാസികൾക്കന്ന് അള്ളാഹു സംരക്ഷണം നൽകും. വദാലിക ലികസറതി ഖൈരിഹാ. അതാ രാത്രിയുടെ വർദ്ധിച്ച ഖൈർ കൊണ്ടാണ്. അത് ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരെ അത് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത്രയും ശ്രേഷ്ഠതയാർന്ന ബറക്കത്താർന്ന ഒരു രാത്രി, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഏകദേശം 83 വർഷത്തേക്കാൾ ഒരു പുരുഷായുസ് മുഴുവൻ ചെയ്യാൻ സാധിക്കുന്ന സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങൾക്ക് എത്രയാണോ പ്രതിഫലം അതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന അത്ഭുതകരമായ അള്ളാഹു നൽകിയ മഹത്തായ നിഅമത്ത് നിറഞ്ഞ രാത്രിയാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ആരെങ്കിലും ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് രാത്രി നമസ്കരിച്ചാൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. ഇനി ആ ദിവസം നമസ്കരിക്കാൻ തടസ്സമുള്ള സ്ത്രീകളെപ്പോലെയോ അല്ലെങ്കിൽ യാത്രക്കാരെ പോലെയോ രോഗികളെപ്പോലെയോ ഉള്ള ആളുകളാണെങ്കിൽ പോലും
അവർ ആ രാത്രിയിൽ അവരെക്കൊണ്ട് സാധിക്കുന്ന ദിക്റുകളും ദുആകളും മറ്റു കാര്യങ്ങളുമായി കഴിച്ചുകൂട്ടിയാലും അവിടെ മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ എന്നതിൻ്റെ അർത്ഥപരിധിയിൽ വരുന്നതാണ്. അവർക്കും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ മനസ്സിലെ ആത്മാർത്ഥമായ തേട്ടവും ആഗ്രഹവും അനുസരിച്ച് ഇൻഷാ അല്ലാഹ് വിശ്വാസികൾക്കെല്ലാം തന്നെ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എപ്പോഴാണ് ആ രാത്രിയെ നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കേണ്ടത്? അവസാനത്തെ 10-ലാണെന്ന് പറഞ്ഞു. ആ അവസാനത്തെ 10-ൽ തന്നെ എപ്പോഴാണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫബ്തഗൂഹാ ഫിൽ ആശിരിൽ അവാഖിർ, അവസാനത്തെ 10 ദിവസവും, റമളാനിലെ അവസാനത്തെ 10 ദിവസവും നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചോളൂ. വബ്തഗൂഹാ ഫീ കുല്ലി വിത്രിൻ, എല്ലാ ഒറ്റപ്പെട്ട രാത്രിയിലും നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ അവസാനത്തെ 10-ൽ മുഴുവൻ പ്രതീക്ഷിക്കാം. അതേ സന്ദർഭത്തിൽ ഒറ്റയിട്ട രാവുകളിൽ അത് കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലി താസിഅത്തിൻ തബ്ഖ ലി സാബിഅത്തിൻ തബ്ഖ ലി ഖാമിസത്തിൻ തബ്ഖ ലി സാലിസത്തിൻ തബ്ഖ, അവസാനത്തെ 9 ദിവസം ബാക്കിയാകുമ്പോൾ പ്രതീക്ഷിച്ചോളൂ, അവസാനത്തെ 7 ദിവസം ബാക്കിയാകുമ്പോൾ പ്രതീക്ഷിച്ചോളൂ, അവസാനത്തെ 3 ദിവസം ബാക്കിയാകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. ഈ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ 9 ദിവസം പ്രതീക്ഷിക്കുമ്പോൾ 10 റമളാൻ 30 ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 22-ാമത്തെ രാവിലാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി, വയകൂനു ബിഇഅ്തിബാരി മാ ബഖി കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിതാസിയത്തിൻ തബ്ഖാ ലിസാബിയത്തിൻ തബ്ഖാ ലിഖാമിസത്തിൻ തബ്ഖാ ലിസാലിസത്തിൻ തബ്ഖാ ഫഅല ഹാദാ ഇദാ കാന അശ്ശഹ്റു 30 യകൂനു ദാലിക ലയാലിൽ അശ്ഫാ വതകൂനു അൽ-22 താസിയത്തൻ തബ്ഖാ വലൈലത്തു 24 സാബിഅത്തൻ തബ്ഖാ വഹകദാ ഫസ്സറഹു അബൂ സഈദ് അൽ-ഖുദ്രി ഫിൽ ഹദീസ് സ്വഹീഹ്. അദ്ദേഹം പറയുന്നത്, ആദ്യം പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കാം, എന്നാൽ 9 അവശേഷിക്കുമ്പോൾ 7 അവശേഷിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ ഹദീസിൽ നിന്നും ഇരട്ടയായ ദിവസങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ്, ഒറ്റയിട്ട രാവുകളിൽ കൂടുതൽ പ്രതീക്ഷിക്കാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവസാനത്തെ 10-ലെ മുഴുവൻ ദിവസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരുന്നിട്ടുള്ളത്. ആ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നാം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, ആ രാത്രി ഏതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ആ രാത്രിയിൽ പ്രാർത്ഥിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്ഫിറത്താണ് നമുക്ക് ആവശ്യം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ നമുക്ക് പൊറുക്കപ്പെടണം, എങ്കിലേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ. സൂറത്തു ആലി ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ചു വരൂ. അവിടെ മഗ്ഫിറത്തിനെയാണ് മുന്തിച്ചത്. എന്തിനാണത്? പാപമോചനം കിട്ടിയാലേ ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകത്ത് നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന് സൂറത്തുൽ ഹദീദിലും കാണാം. അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് നിങ്ങൾ മത്സരിക്കൂ, എന്നിട്ട് ജന്നത്തിലേക്ക് മത്സരിക്കൂ. അപ്പോൾ പാപമോചനം ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ആ മഹനീയമായ രാത്രിയിൽ, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ തേടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന എന്താണ്? ഈ ദുനിയാവിലെ ഒരു കാര്യവുമല്ല, മറിച്ച് മഗ്ഫിറത്താണ്, അള്ളാഹുവിൽ നിന്നുള്ള മാപ്പാണ്. അല്ലാഹുമ്മ, അള്ളാഹുവേ, ഇന്നക അഫുവുൻ, നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫഅഫു അന്നി, അള്ളാഹുവേ നീ എനിക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഇങ്ങനെ മഗ്ഫിറത്തിനു വേണ്ടി, അഫുവിനു വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതിനു പുറമെ പ്രിയപ്പെട്ടവരെ, മഗ്ഫിറത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്കാവശ്യമായ എല്ലാ പ്രാർത്ഥനകളും ആ രാത്രിയിൽ നമ്മൾ നിർവഹിക്കണം. മലക്കുകളും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂട്ടം കൂട്ടമായി അവരൊക്കെ ഭൂമിയിൽ ഇറങ്ങി വരുന്ന ദിവസമാണ്. മുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവർ ആമീൻ പറയും. അത് വളരെ വലിയൊരു അവസരമാണ്. അതുകൊണ്ട് ധാരാളമായി പ്രാർത്ഥിക്കുക, ഖിയാമുൽ ലൈൽ നമസ്കരിക്കുക, ധാരാളമായി ഖുർആൻ ഓതുക, സൽക്കർമ്മങ്ങളിലൊക്കെ ആ രാത്രിയിൽ മുന്നേറുകയും സാധിക്കുമെങ്കിൽ ഇഅ്തികാഫ് ഇരുന്നു കൊണ്ട് തന്നെ
കാരണം മറ്റു ബന്ധങ്ങളിൽ നിന്നെല്ലാം മുറിഞ്ഞ് എത്തിക്കാഫ് ഇരിക്കാതിരിക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾ പല നിലക്കുമുള്ള ശുഗലുകളിലേക്ക് പോകാം, പല നിലക്കുമുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഒരുപക്ഷെ ലൈലത്തുൽ ഖദറിനെ തേടാനോ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിക്കാതെ വരും. ആ നിലക്കൊരു നഷ്ടം സംഭവിക്കരുത് എന്ന ഉറപ്പ് വരുത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫിരുന്നത്. അതുകൊണ്ടാണ് ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഖൗലായി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അസ്സുന്നത്തു അലൽ മുഅ്തകിഫ്, ഇഅ്തികാഫിരിക്കുന്ന ഒരാളുടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് എന്ന് പറയുന്നത് അല്ലാ യഊദ മരീള, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പുറത്ത് പോകരുത്. വലാ യഷ്ഹദ ജനാസത്തൻ, ജനാസയിൽ പങ്കെടുക്കാനും പുറത്തേക്ക് പോകരുത്. വലാ യമസ്സമ്രഅത്തൻ, ഇണകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത്. വലാ യഖ്റുജ ലിഹാജത്തിൻ, വളരെ അത്യാവശ്യത്തിനല്ലാതെ അവർ പുറത്തേക്ക് പോകാൻ പാടില്ല. ഇല്ലാ ലിമാ ലാ ബുദ്ദ മിൻഹു, അപ്പോൾ വളരെ അത്യാവശ്യത്തിനല്ലാതെ പുറത്തു പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ അത്യാവശ്യമുള്ള സന്ദർഭത്തിലല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ മലമൂത്ര വിസർജനത്തിനും മറ്റുമല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. ചില റിവായത്തുകളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഭക്ഷണം അത് പള്ളിയിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അഥവാ മാക്സിമം പള്ളിയിൽ നിന്ന് പുറത്തു പോവാതെ അധ്വാനിക്കുക, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിക്കുക. അതുകൊണ്ട് തന്നെ ഇഅ്തികാഫിരിക്കുന്ന ആളുകൾ അവരുടെ മഹാഭൂരിപക്ഷ സമയവും ഇബാദത്തുകൾക്ക് വേണ്ടി ചെലവഴിക്കണം. മറ്റു സംസാരങ്ങളിൽ അവർ മുഴുകുകയോ മറ്റു ബന്ധങ്ങളിൽ മുഴുകുകയോ ധാരാളം സന്ദർശകരെ സ്വീകരിക്കുകയോ ധാരാളമായി കിടന്നുറങ്ങുകയോ ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ആ ഇഅ്തികാഫിൻ്റെ പൂർണ്ണതയെ ബാധിക്കുന്ന കാര്യമാണ്. സാദുൽ മആദിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ഒരു കാര്യം, വശറഅ ലഹുമുൽ ഇഅ്തികാഫ് അല്ലദീ മഖ്സൂദുഹു വറൂഹുഹു ഉഖൂഫുൽ ഖൽബി അലല്ലാഹി തആല. ഇഅ്തികാഫിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഹൃദയത്തെ അള്ളാഹുമായി ബന്ധിപ്പിക്കലാണ്. വജംഇയ്യതുഹു അലൈഹി വൽ ഖൽവതു ബിഹി, അല്ലാഹുവുമായി ഒറ്റക്കാവുക. വലിൻഖിതാഉ അനിൽ ഇശ്തിഗാൽ ബിൽ ഖൽഖ് വൽഇശ്തിഗാലു ബിഹി വഹ്ദഹു സുബ്ഹാന ബിഹൈസു യസീറു ദിക്റുഹു വഹുബ്ബുഹു വൽഇഖ്ബാലു അലൈഹി ഫീ മഹല്ലി ഹുമൂമിൽ ഖൽബി വഖതറാതിഹി. അല്ലാഹുവുമായി ഒറ്റക്കാവുക, സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക. അങ്ങനെ തൻ്റെ ഇഷ്ടവും മഹബ്ബത്തും എല്ലാം അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാവുക. ഹൃദയത്തിൻ്റെ ഉത്കണ്ഠകളും ചിന്തകളും എല്ലാം മാറ്റിയിട്ട് അവിടെ ഫയസ്തൗലി അലൈഹി ബദലഹ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകൾ അതിന് പകരം വെക്കുക. അങ്ങനെ വയസീറുൽ ഹമ്മു കുല്ലുഹു ബിഹി, എല്ലാ ചിന്തകളും അള്ളാഹുവിനെ സംബന്ധിച്ച്, എല്ലാ ദിക്റുകളും അള്ളാഹുവിനെ സംബന്ധിച്ച്, ഏതെല്ലാം നിലക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാം എന്നതിനെക്കുറിച്ചെല്ലാമുള്ള ചിന്തയായിരിക്കണം അവർക്കുണ്ടാവേണ്ടത് എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇഅ്തികാഫിരിക്കുന്ന ആളുകൾ ആ പൂർണ്ണമായ സമയവും ഇബാദത്തുകളിൽ മുഴുകുവാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഇനി അങ്ങനെ ഇഅ്തികാഫിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എപ്പോഴാണ് ഇഅ്തികാഫിരിക്കേണ്ടത്? നമുക്കറിയാം, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലാണ് ഇഅ്തികാഫിരിക്കേണ്ടത്. എന്നാൽ പൂർണ്ണമായും സാധിക്കാത്ത ആളുകൾക്ക് ഒരു രാവോ ഒരു പകലോ ഒക്കെ ഇഅ്തികാഫിരിക്കലും അനുവദനീയമാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് സാധിക്കുന്ന രൂപത്തിൽ ഒരു ദിവസം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു പകൽ മുഴുവനായിട്ടോ ഒരു രാത്രി മുഴുവനായിട്ടോ അവർക്ക് ഇഅ്തികാഫ് ഇരിക്കാവുന്നതാണ്. എന്നാൽ മൊത്തത്തിലുള്ള 10 ദിവസത്തെ ഇഅ്തികാഫ് അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന. അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴായിരുന്നു ഇഅ്തികാഫ് ഇരുന്നിരുന്നത്? ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഅ്തകിഫ സ്വല്ലൽ ഫജ്ർ സുമ്മ ദഖല മുഅ്തകഫഹു വ ഇന്നഹു അമറ ബിഖിബാഇഹി ഫളുരിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരിക്കാൻ ഉദ്ദേശിച്ചാൽ ഫജ്ർ നമസ്കാരത്തിന് ശേഷം ഇഅ്തികാഫിരിക്കാനായി പള്ളിയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രത്യേക കൂടാരത്തിലേക്ക്, ടെൻറ്റിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയിരുന്നു. അപ്പോൾ പള്ളിയിൽ പ്രത്യേകം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇരുന്നത് ഫജ്റിന് ശേഷമാണ്. എന്നാൽ ഇഅ്തികാഫിൻ്റെ ഉദ്ദേശത്തോടു കൂടി പള്ളിയിലേക്ക് വരേണ്ടത് എപ്പോഴാണ്? ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് 21-ാം രാവിൻ്റെ തൊട്ട് മുമ്പുള്ള അസറിന് ശേഷം തന്നെ, അഥവാ മഗ്രിബിന് മുമ്പ് തന്നെ പള്ളിയിൽ ഉണ്ടായിരിക്കുക. കാരണം കാന യഅ്തകിഫുൽ ആശറൽ അവാഖിറ മിൻ റമളാൻ എന്നാണല്ലോ. റമളാനിലെ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിരുന്നിരുന്നു എന്നാണ്. അപ്പോൾ ആ 10 ദിവസവും പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ നമുക്കറിയാം മഗ്രിബോടുകൂടി രാത്രി തുടങ്ങും. രാത്രി മുതലാണ് ഇസ്ലാമിൽ ഒരു ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുത്താൽ രാത്രിയായി. അപ്പോൾ ആ 10 ദിവസവും പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ മഗ്രിബിൻ്റെ തൊട്ട് മുമ്പ് പള്ളിയിലുണ്ടായിരിക്കണം. അപ്പോൾ 21-ാം രാവിൻ്റെ അസറിന് ശേഷം അല്ലെങ്കിൽ മഗ്രിബിന് മുന്നേ ആയിട്ടാണ് പള്ളിയിലേക്ക് കയറേണ്ടത്. എന്നിട്ട് താൻ പ്രത്യേകം ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടത് ഫജ്ർ നമസ്കാരത്തിന് ശേഷവുമാണ്. അതിനു മുമ്പും പ്രവേശിച്ചാൽ വിരോധമില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു അതല്ല,
എഅ്തികാഫിരിക്കുകയാണെങ്കിൽ അത് ഫജറിന് ശേഷം തന്നെ കയറിയാൽ മതി എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. അല്ലാഹു ആലം. ഏതായാലും കൂടുതൽ സൂക്ഷ്മത എന്നുള്ളത് മഗ്‌രിബിന് മുമ്പ് തന്നെ 21-ാം രാവിൻ്റെ മഗ്‌രിബിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് പ്രവേശിക്കുക എന്നതാണ് കൂടുതൽ സൂക്ഷ്മതയാർന്നിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസവും ചെയ്തത് എന്താണ്? ഇദാ ദഖലൽ ആശറു ശദ്ദ മിസ്റഹു വ അഹ്യാ ലൈലഹു വ ഐഖള അഹ്ലഹു. തൻ്റെ മുണ്ട് മുറുക്കി ഉടുക്കുകയും രാത്രിയെ ജീവിപ്പിക്കുകയും തൻ്റെ കുടുംബത്തെ കൂടി എഴുന്നേൽപ്പിച്ചുകൊണ്ട് അതിൽ പങ്കാളികളാക്കുകയും ചെയ്തിരുന്നു. കുടുംബത്തെ കൂടി അതിൽ പങ്കാളികളാക്കിയിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ ആശരിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. റമളാനിലെ മറ്റു 20 ദിവസങ്ങളെക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ദിവസം അധ്വാനിച്ചിരുന്നു. ഈ അധ്വാനങ്ങളെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് പള്ളിയിലുള്ള എഅ്തികാഫ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ എഅ്തികാഫ് ഇരിക്കുക. മുഴുവൻ ദിവസവും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരു രാവോ പകലോ ഒക്കെ അവർക്കിരിക്കാവുന്നതാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം ഒരല്പം സുദീർഘമായ സമയമുണ്ടെങ്കിൽ അവർക്ക് ആ സമയവും എഅ്തികാഫിരിക്കാവുന്നതാണ്. അഥവാ ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ 2 മണിക്കൂറോ 5 മണിക്കൂറോ ഒക്കെ എഅ്തികാഫിൻ്റെ നിയ്യത്തിലിരുന്നാലും അതും ലഭിക്കുന്നതാണ് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു ആലം. അപ്പോൾ മാക്സിമം അതിനുവേണ്ടി അധ്വാനിക്കുക. ഇനി തീരെ എഅ്തികാഫിരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും മനസ്സിൽ നല്ല പ്രാർത്ഥന ഉണ്ടാകട്ടെ, ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക. അതേപോലെ തന്നെ 5 വക്ത് നമസ്കാരം ജമാഅത്തായി തന്നെ നിർവഹിക്കുക, നോമ്പനുഷ്ഠിക്കുക, സാധിക്കുന്നത്ര രാത്രി നമസ്കരിക്കുക. അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങളുടെ മറ്റ് തൊഴിൽ മേഖലകളിലാണെങ്കിൽ പോലും അവർ അധ്വാനിക്കട്ടെ അതിനുവേണ്ടി സാധിക്കുന്നത്ര. അതേപോലെ തന്നെ വീടുകളിലിരിക്കുന്ന സ്ത്രീകളും അവരുടെ പ്രാർത്ഥന കൊണ്ടും ഇഖ്ലാസ് കൊണ്ടും തേടട്ടെ അള്ളാഹുവിനോട് ഈ രാത്രിയുടെ മഹത്വം നേടിയെടുക്കുവാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ലൈലത്തുൽ ഖദ്ർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ നമസ്കാരവും നോമ്പും രാത്രി നമസ്കാരങ്ങളും മറ്റ് ഇബാദാത്തുകളും സദഖയും സക്കാത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.